ഞാൻ മനീഷ് വാര്യർ. നല്ല സമയം എന്ന ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാശിഫലം തയ്യാറാക്കിയിരിക്കുന്നത് ചന്ദ്രൻ്റെ ചലനത്തെ അടിസ്ഥാനമാക്കിയാണ്. അപ്പം 27 നക്ഷത്രത്തിലുള്ള ഓരോ നക്ഷത്രക്കാർക്കും വ്യത്യസ്തമായ പല ഫലങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്നത്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഒരേ നക്ഷത്രത്തിലുള്ള പലർക്കും പലതരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും സംഭവിക്കുന്നത്. ഓരോ ജാതകർക്കും അവരുടെ ജാതക ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് നമുക്ക് ഫലങ്ങൾ ആക്യുറേറ്റായി വരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഒരാഴ്ചയിലെ ചന്ദ്രചലനത്തെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. നമുക്ക് ഈ ആഴ്ചയിൽ മാർച്ച് മാസം ആദ്യവാരത്തിലെ ഫലത്തെപ്പറ്റി നോക്കാം. മേടക്കൂർ അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗവും ചേർന്നതാണ് മേടരാശി. മേടരാശിക്കാർക്ക് ഈ ആഴ്ച കുറച്ച് അസ്വസ്ഥതകൾ ഉള്ള ഒരു ആഴ്ചയായിട്ടാണ് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്ക് അശ്വതിക്കും ഭരണി നക്ഷത്രക്കാർക്കും അവർക്ക് പലതരത്തിലുള്ള മാനസിക സംക്ലേശങ്ങളും ശരീര സുഖമില്ലായ്മയുമാണ് നമ്മൾ എടുത്തു പറയേണ്ടി വരുന്നത്. പക്ഷേ മറ്റുള്ള കാര്യങ്ങളിലെല്ലാം ഗുണദോഷമായിട്ടാണ് പറയുക. കുട്ടികൾക്കാണെങ്കിലും അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാർക്കുള്ള വാഹന മൂലമുണ്ടാകാവുന്ന ചെറിയ അസ്വസ്ഥതകൾ, ജോലി സംബന്ധമായിട്ട് മേലുദ്യോഗസ്ഥനുമായിട്ടുണ്ടാകാവുന്ന ചെറിയ വഴക്കുകൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാവുന്ന ഒരു ആഴ്ചയായിട്ടാണ് നമ്മൾ മാർച്ച് മാസത്തിലെ ആദ്യവാരത്തിൽ മേടരാശിക്കാർക്ക് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും യഥാശക്തി മനഃശക്തിയോടെ വളരെ മനസ്സിന് ബലം കൊടുത്ത് നമ്മൾ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുവാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഇതിൽ കാർത്തികയുടെ ആദ്യ ഭാഗത്തിലുള്ള ആൾക്കാർക്ക് കുറച്ച് നല്ല ഒരു ഇതായിട്ടാണ് പറയുന്നത്. അവർ ഉദ്ദേശിക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ നടക്കുകയും പല മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയും സംഭവിക്കുന്ന ഒരാഴ്ചയാണ്. പലതരത്തിലുള്ള തുടക്കങ്ങൾ, അതായത് നമുക്ക് ബിസിനസ്സുകാർക്കാണെങ്കിൽ അവർക്ക് പുതിയ ബിസിനസ് വരികയും പ്രത്യേകിച്ച് ഫിനാൻസ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെയധികം മെച്ചമുള്ള ഒരാഴ്ചയായിട്ടാണ് ഈ മാർച്ച് മാസത്തിലെ ആദ്യവാരത്തിനെ പറ്റി നമ്മൾ മേടരാശിക്കാർക്ക് പറയുന്നത്. ബാക്കിയുള്ള എല്ലാ നക്ഷത്രക്കാർക്കും കുറച്ച് സങ്കടങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിന് മനഃശക്തിയോടെ തരണം ചെയ്ത് പോകേണ്ടതാണ്. അപ്പോൾ നമുക്കൊരു ആഴ്ച അവസാനത്തോടുകൂടി പലർക്കും പലതരത്തിലുള്ള ശാന്തത ലഭിക്കുകയും പലതരം ദുരിതങ്ങളിൽ നിന്ന് കരകയറാനുള്ള വഴികൾ തെളിഞ്ഞു വരികയും ചെയ്യുന്നതാണ്. ദുഃഖം മാറുന്നതിനും അല്ലെങ്കിൽ മനസ്സിന് ശക്തി ലഭിക്കുന്നതിനായിട്ട് യഥാശക്തി പ്രാർത്ഥനകൾ നടത്താനാണ്. പ്രത്യേകിച്ചും പറയേണ്ടത് ഭരണി നക്ഷത്രക്കാർ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും അവിടെ യഥാശക്തി വഴിപാടുകൾ നടത്തേണ്ടതുമാണ്. കാർത്തിക നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് സുബ്രഹ്മണ്യ ഭജനമായിട്ടാണ് നമ്മൾ പറയുന്നത്. ഇടം രാശി കാർത്തിക മുക്കാപാദവും രോഹിണി മകീരത്തിൻ്റെ അരപ്പാദവും ചേർന്നതാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രിതമായിട്ടാണ് പറയുന്നത്. പ്രത്യേകിച്ച് ദമ്പതികൾക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങളായിട്ടാണ് പറയേണ്ടത്. അതായത് അവിടെ കുടുംബത്തിനകത്ത് സമാധാനം പോവുകയും പലതരത്തിലുള്ള വാഗ്വാദങ്ങൾ പരസ്പരം ഉണ്ടാവുകയും ബന്ധുമിത്രാദികളായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലമുണ്ടാകുന്ന കലഹങ്ങളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത പറയുന്നുണ്ട്. പ്രത്യേകിച്ച് മകീരത്തിൻ്റെ ആദ്യ പാദത്തിലുള്ള നക്ഷത്രക്കാർക്ക് അവർ കുറച്ച് അഗ്രസീവായിട്ട് പെരുമാറുകയും പലതരത്തിലുള്ള തൻ്റെ പിടിവാശി വിജയിക്കണം എന്ന രീതിയിൽ എല്ലാവരോടും ഇടപെടുകയും മറ്റും ചെയ്യുന്നതിനാൽ ചുറ്റുമുള്ള ആൾക്കാർക്ക് അവരോട് പലതരത്തിലുള്ള നീരസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അത് വളരെയധികം ശ്രദ്ധിച്ച് നമ്മൾ പോയില്ലെങ്കിൽ നമ്മൾ പലരുമായി പലതരത്തിലുള്ള കലഹങ്ങൾ ഉണ്ടാവുകയും ആ കലഹങ്ങൾ മൂലം പലതരത്തിലുള്ള സങ്കടങ്ങൾ വരികയും കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടിയും വരുന്നതാണ്. രോഹിണി നക്ഷത്രക്കാർക്കുള്ള ദമ്പതികൾക്കാണ് നമ്മൾ പ്രശ്നങ്ങൾ പറയുന്നത്. പ്രത്യേകിച്ചും വിവാഹിതരായിട്ടുള്ള ദമ്പതികൾക്ക് അവർക്ക് പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ വരികയും കുടുംബത്തിനകത്ത് പല രീതിയിലുള്ള കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും വളരെയധികം ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ ഈ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെ ഭംഗിയായി ഹാൻഡിൽ ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് പറഞ്ഞ മധ്യവയസ്കരായുള്ളവർക്ക് ആരോഗ്യപരമായ കുറച്ച് പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അസുഖങ്ങൾ മൂലമുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ചും നമുക്ക് തൊലിപ്പുറത്തുണ്ടാകാവുന്ന പലതരത്തിലുള്ള അസുഖങ്ങൾ, അസ്വസ്ഥതകൾ എന്നാണ് പറയേണ്ടത്. ശരിക്കും ചൂട് കൂടിയതുകൊണ്ടാവാം അങ്ങനെയുള്ള ഒരു
ഇത് വരിക, സ്കിൻ ബേസ്ഡുള്ള കുറച്ച് പ്രശ്നങ്ങൾ വരാനുള്ള സാധനം. അപ്പോൾ അതിന് വേണ്ടുന്ന യഥാവിധി പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ്. മീൻസ് ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിച്ച് നമ്മൾ സമചിത്തതയോടെ മുന്നോട്ട് പോകേണ്ടതാണ്. ഇവർക്ക് നമുക്ക് യഥാശക്തി ക്ഷേത്ര ദർശനം നടത്തി മുന്നോട്ട് പോകേണ്ടതാണ്. ശരിക്കും പറയേണ്ടത് അവർക്ക് വിഷ്ണുവിനെ ഭജിക്കാനാണ് നമ്മൾ മെയിനായിട്ട് പറയേണ്ടത്. യഥാശക്തി നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുകയും യഥാശക്തി വഴിപാടുകൾ കഴിക്കുകയും ചെയ്യേണ്ടതാണ്. മിഥുനക്കൂറ്. മകീരത്തിൻ്റെ അവസാന അരപ്പാദവും തിരുവാതിരയും പുണർദത്തിൻ്റെ മുക്കാപാദവും ചേർന്നതാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് ഈ ആഴ്ച നമ്മൾ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പറയുന്നത്. പൊതുവേ ദോഷങ്ങൾ കുറവാണെങ്കിലും നമുക്ക് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകണമെന്നില്ല. വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ല എങ്കിൽ പലതരത്തിലുള്ള അബദ്ധങ്ങളിൽ പോയി പെടുക എന്നാണ് പറയേണ്ടത്. പ്രത്യേകിച്ച് തിരുവാതിര നക്ഷത്രക്കാർ. അബദ്ധങ്ങൾ എന്ന് പറയേണ്ടത് നമ്മൾ പല ബിസിനസ് ചെയ്യുന്നവർ പലതരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുകയും അല്ലെങ്കിൽ താൻ കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റാതെ അവരുമായി വഴക്കുണ്ടാകുന്ന അവസ്ഥയും അതുമൂലം ഉണ്ടാകുന്ന നിയമപ്രശ്നങ്ങൾ, ലീഗൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംഭവിക്കാനുള്ള ഒരു സാധ്യതയും നമ്മൾ അവിടെ പറയുന്നുണ്ട്. മകീരത്തിൻ്റെ അവസാന പാദത്തിലുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് ദേഷ്യം കൂടിയിട്ടുണ്ടാകാവുന്ന കുറച്ച് പ്രശ്നങ്ങളാണ്. എടുത്തുചാട്ടം മൂലമുണ്ടാകാവുന്ന കുറച്ച് നഷ്ടങ്ങൾ വരികയും അല്ലെങ്കിൽ വഴക്കുണ്ടാവുകയും അതുമൂലം പലതരത്തിലുള്ള ബിസിനസ് അവസരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുമാണ്. ഇപ്പോൾ ജോലി തേടുന്ന ആൾക്കാരാണെങ്കിൽ അവർ മുന്നോട്ട് പോകുന്ന സമയത്ത് ജോലി മേലുദ്യോഗസ്ഥനുമായി വഴക്കുണ്ടാക്കുകയും അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴാണെങ്കിൽ അവിടെ തനിക്ക് ഉദ്ദേശ രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കാതെ പറ്റുകയും അവരുമായി ഒരു വാഗ്വാദങ്ങൾ ഉണ്ടാകാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത മകീര നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിലുള്ള ആൾക്കാർക്ക് പറയുന്നുണ്ട്. അവർ വളരെയധികം ശ്രദ്ധിച്ച് തൻ്റെ നാവിനെ നിയന്ത്രിക്കേണ്ടതാണ്. ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുകയും അത് എങ്ങനെ പറയണം എന്ന് ആലോചിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. മിഥുനരാശിയിലുള്ള എല്ലാ ആൾക്കാരും ഈ ആഴ്ച വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അവരുടെ നാവിനെ കൺട്രോൾ ചെയ്യാനാണ്. പലതരത്തിലുള്ള ബാഡ് കമൻറ്റ്സ് വരികയും അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിൽ നമുക്ക് പറയാൻ വരികയും ചെയ്യും. അത് ഒരു അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല, അറിയാതെ വന്നു പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടെ തൻ്റെ സംസാര രീതിയെ കൺട്രോൾ ചെയ്യേണ്ടതാണ്. അവർക്കൊരു പരിഹാരത്തിനായിട്ട് നമുക്ക് ദേവീക്ഷേത്രമാണ് ഭജനമാണ് പറയുന്നത്. യഥാശക്തി ദേവീക്ഷേത്രത്തിൽ പോയി യഥാശക്തി വഴിപാടുകൾ, അതായത് നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും വഴിപാടുകൾ കഴിക്കുകയോ അല്ലെങ്കിൽ അവിടെ പോയി ദർശനം ചെയ്ത് മനസ്സിന് ശാന്തി വരുത്തുകയും ചെയ്യേണ്ടതാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് യഥാവിധി നല്ല രീതിയിലുള്ള ചികിത്സകൾ എടുത്ത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുള്ളത് നിയമപരമായ കാര്യങ്ങളിൽ ഡീൽ ചെയ്യുമ്പോൾ വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ ഇടപെട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ നിയമപരമായ പ്രശ്നങ്ങളിൽ ചെന്ന് തലവയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കർക്കിടകൂറ്. പുണർദത്തിൻ്റെ ആദ്യ ഭാഗവും പൂയവും ആയില്യവും ചേർന്നതാണ് കർക്കിടകൂറ്. കർക്കിടക രാശിക്കാർക്ക് ഈ ആഴ്ച കുറച്ച് മെച്ചപ്പെട്ട കാലമായിട്ടാണ് നമ്മൾ പറയുന്നത്. പ്രത്യേകിച്ച് പൂയം നക്ഷത്രക്കാർക്ക് അവർക്ക് പലതരത്തിലുള്ള അവസരങ്ങൾ വരികയും കഴിഞ്ഞ കുറച്ച് നാളുകളായി നേരിട്ടുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്ക് അവർക്ക് പരിഹാരം കാണാനുള്ള വഴികൾ മുന്നിൽ തെളിയുന്ന ഒരാഴ്ച കൂടിയാണിത്. ആഴ്ചയുടെ ആദ്യത്തിൽ അവർക്ക് പലതരത്തിലുള്ള സന്തോഷകരമായ വർത്തമാനങ്ങൾ കേൾക്കാനും അതനുസരിച്ച് തൻ്റെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നതാണ്. പക്ഷെ ഇവിടെ ആയില്യം നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് മറ്റു ദോഷങ്ങളൊന്നും പറയുന്നില്ലെങ്കിലും ആരോഗ്യപരമായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഭക്ഷണത്തിൽ നിന്നുണ്ടാകാവുന്ന ചില ബുദ്ധിമുട്ടുകൾ, അത് ദഹനക്കേടോ അല്ലെങ്കിൽ ഫുഡ് പോയ്സൺ പോലെയുള്ള കാര്യങ്ങളോ സംഭവിക്കാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട്. അതുകൊണ്ട് പുറത്തു നിന്നും ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കർക്കിടകൂറുകാർ ഈ ആഴ്ച. അത് കർക്കിടകത്തിലെ എല്ലാ ആൾക്കാർക്കും ബാധകമാണ്. പക്ഷേ എന്നിരുന്നാലും പേടിക്കേണ്ട കാര്യമില്ല, നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇവിടെയും മനഃശക്തിയോടെ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതാണ്. കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് നല്ല ഒരു ആഴ്ചയാണ്. പലതരത്തിലുള്ള അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാനും നല്ല രീതിയിലുള്ള പരീക്ഷകൾ
എഴുതാനും അതിൽ നിന്ന് നല്ല റിസൾട്ട് കിട്ടാനുമുള്ള സാധ്യതയും ഈ ആഴ്ച അവർക്കുണ്ട്. അതുകൊണ്ട് കർക്കിടക രാശിക്കാർ ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഇതിൽ കർക്കിടക രാശിയിൽപ്പെട്ട ആൾക്കാർ, വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാർ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. വാഹനം മൂലമുണ്ടാകാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവരെ അലട്ടുന്നതായിരിക്കും. അതായത് വാഹനം ചെറിയ രീതിയിലുള്ള മറ്റുള്ള വാഹനങ്ങളുമായി മുട്ടുകയോ അല്ലെങ്കിൽ അത് കൊടുക്കൽ വാങ്ങൽ ചെയ്യുമ്പോൾ കബളിക്കപ്പെടുകയോ ചെയ്യാവുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. യഥാശക്തി മനസ്സിന് ശക്തി വരുത്തുകയും അതോടൊപ്പം തന്നെ ഈശ്വരവിശ്വാസത്തോടെ നമ്മൾ നല്ല രീതിയിലുള്ള ഭജനങ്ങൾ നടത്തേണ്ടതാണ്. അതായത് ദുർഗാ ക്ഷേത്രങ്ങളാണ് പറയുന്നത്. ദുർഗയെ നന്നായിട്ട് ഭജിക്കാനാണ് നമ്മൾ പറയുന്നത്. മനസ്സിന് ശക്തി കിട്ടാനും മനസ്സിന് സന്തോഷമുണ്ടാകാനും താൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തനിക്ക് വളരെയധികം ഗുണങ്ങളായി വരാനുമുള്ള ഒരു ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്, മനസ്സിന് ശക്തി വരാനാണ് ദുർഗാക്ഷേത്ര ദർശനവും അതോടൊപ്പമുള്ള ഭജനവും നമ്മൾ പറയുന്നത്. ചിങ്ങക്കൂറ്. മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യ പകൻ ചേർന്നതാണ് ചിങ്ങക്കൂറ്. ചിങ്ങരാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പറയുന്നത്. പലതരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ അത് ദോഷങ്ങൾ സംഭവിക്കാനുള്ള സാഹചര്യവും അവിടെ ഉണ്ട്. വളരെയധികം ശ്രദ്ധയോടെ വേണം ചിങ്ങരാശിക്കാർ ഈ ആഴ്ച കാര്യങ്ങളെ നോക്കിക്കാണാനായിട്ട്. അത് ഏത് തരത്തിലുള്ള കാര്യങ്ങൾ, നമ്മളും മറ്റൊരാളുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധപ്പെടുത്തണം. ബിസിനസ്സുകാരായാലും ജോലിക്കാരായാലും കുട്ടികളായാലും എല്ലാവരും വളരെയധികം ശ്രദ്ധയോടെയാണ്. കുട്ടികൾക്ക് പ്രത്യേകിച്ച് പറയേണ്ടത് പഠിച്ച കാര്യങ്ങൾ ഓർക്കാനുള്ള ഒരു ബുദ്ധിമുട്ടായിട്ടാണ് പറയുന്നത്. അവർ പെട്ടെന്ന് ഉദ്ദേശിക്കുന്ന പോലെ അവർക്ക് എക്സാം എഴുതാൻ പറ്റാതെ വരികയും അതുമൂലം ഉണ്ടാകുന്ന മാനസിക ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുട്ടികൾക്ക് പറയുന്നുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല ഉദ്യോഗാർത്ഥികൾക്കും അത്ര ഒരു സുഖകരമായിരിക്കില്ല കാലം. പക്ഷേ പൊതുവേ നമ്മൾ ദോഷമായിട്ടല്ല പറയുന്നത്, ശ്രദ്ധിക്കാനാണ് പറയുന്നത്. പലതരത്തിലുള്ള അസ്വസ്ഥത വരികയും അതുമൂലം ഉണ്ടാകാവുന്ന ശ്രദ്ധക്കുറവ് മൂലം ഉണ്ടാകാവുന്ന കുറച്ച് പ്രശ്നങ്ങളായിട്ടാണ് നമ്മൾ ഈ ഒരു ആഴ്ചയെ ചിങ്ങരാശിക്കാർക്ക് കാണേണ്ടത്. പക്ഷേ സമചിത്തതയോടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെ പേടി കൂടാതെ നേരിടുകയും അതിനെ നല്ല രീതിയിൽ നമുക്ക് അനുയോജ്യമായ രീതിയിലാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. മനസ്സിന് ശക്തി കിട്ടാനും സന്തോഷമുണ്ടാകാനുമായിട്ട് ഈശ്വരഭജനം നടത്തുക. അതോടൊപ്പം തന്നെ സൂര്യനെ നന്നായിട്ട് ഭജിക്കാനാണ് നമ്മൾ പറയുന്നത്. സൂര്യൻ്റെ എനർജി ശക്തി കൊണ്ട് നമുക്ക് കൂടുതലും മനസ്സിന് ശക്തി കിട്ടുകയും ഒരു സന്തോഷമുണ്ടാവുകയും ചെയ്യുന്നു. കന്നിക്കൂറ്. തത്വവും ചിത്രയുടെ ആദ്യ ഭാഗവും ചേർന്നതാണ് കന്നിക്കൂറ്. കന്നിരാശിക്കാർക്ക് ഈ ആഴ്ച കുറച്ച് സങ്കടകരമായ ഒരു കാലമായിട്ടാണ് പറയുന്നത്. അത് ഉദ്ദിഷ്ട കാര്യങ്ങൾ പലതും നടക്കാതെ വരിക, നമ്മൾ നേരിട്ട് ആഗ്രഹിക്കുന്ന കാലകാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ മാറും എന്ന പ്രതീക്ഷയുണ്ടാവുമെങ്കിലും പക്ഷേ അതിൽ കുറച്ചും കൂടെ ഒരു ദുഃഖകരമായ അവസ്ഥയിലേക്കായിരിക്കും പോവുക. പ്രത്യേകിച്ചും പറയേണ്ടത് ആരോഗ്യ സ്ഥിതിയിലാണ്. പലതരത്തിലുള്ള രോഗ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് അത് സങ്കടകരമായൊരു ആഴ്ചയായിട്ടാണ് നമ്മൾ പറയുന്നത്. പ്രത്യേകിച്ച് ചിത്രയുടെ ആദ്യ പാദത്തിലുള്ള നക്ഷത്രജാതകർക്ക് അവർക്ക് രോഗദുരിതങ്ങൾ എന്നാണ് നമ്മൾ പറയേണ്ടത്. അത് പലതരത്തിലുള്ളതാവാം. അത് കുറച്ച് സങ്കടങ്ങളുണ്ട്. ചില ബന്ധുവിയോഗങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതും വളരെയധികം മനഃശക്തിയോടെ അതിന് നേരിട്ട് മുന്നോട്ട് തരണം ചെയ്ത് നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ഉത്തര നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് ഈ ദോഷങ്ങൾ നമ്മൾ പറയുന്നുണ്ടെങ്കിലും പലതരത്തിലുള്ള ഗുണങ്ങളും വന്നു പെടുന്നുണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ വിവാഹയോഗം, അല്ലെങ്കിൽ കുട്ടികൾ പുതുതായി വിവാഹം കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് കുട്ടികളുണ്ടാകാനുള്ള സാധ്യത, കുടുംബത്തിലെ അംഗങ്ങൾ വരിക. അതോടൊപ്പം തന്നെ സങ്കടമായിട്ട് പറയേണ്ടത് ദേഹവിയോഗവും പറയുന്നുണ്ട്. അപ്പോൾ ആ ദേഹവിയോഗത്തെ നമ്മൾ വളരെയധികം മനസ്സിൻ്റെ സമചിത്തതയോടെ നമ്മളതിനെ നേരിടേണ്ടതാണ്. എന്നിട്ട് മനസ്സിന് ശാന്തി വരുത്തി അതിന് വേണ്ടുന്ന നമ്മുടെ ജീവിതം സന്തോഷകരമായിട്ടും സമാധാനപരമായും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള രീതികളിലൂടെ വേണം. ജപത്തിലൂടെയോ പ്രാർത്ഥനയിലൂടെയോ ഈശ്വരവിശ്വാസത്തിലൂടെയോ ധ്യാനത്തിലൂടെയോ നമുക്ക് മനസ്സിന് ശക്തി വരുത്തി ദുഃഖത്തിൽ നിന്നും തരണം ചെയ്യാവുന്നതാണ്. തുലാക്കൂറ്. ചിത്രയുടെ അവസാന പകുതിയും ചോതി വിശാഖം മുക്കാപാദവും ചേർന്നതാണ് തുലാക്കൂറ്.
തുലാരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പറയുന്നത്. ദോഷങ്ങൾ കുറവാണെങ്കിലും ഗുണങ്ങൾ ഉണ്ടാവില്ല. പലതരത്തിലുള്ള എങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ചകളിൽ അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായി പോകുന്നത് അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് ഈ ആഴ്ചയും പോകാൻ സാധിക്കുക. പലതരത്തിലുള്ള ക്ലേശങ്ങൾ വരുമെങ്കിലും അതിനെയൊക്കെ സമചിത്തതയോടെ നേരിടാനുള്ള ഒരു ബുദ്ധി അവർക്ക് ഉണ്ടാവുകയും അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോവുകയും പ്രശ്നങ്ങളില്ലാതെ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ചോതിയും വിശാഖത്തിലുമുള്ള ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. അവർക്ക് കൂടുതലും പറയേണ്ടത് നിയമപരമായ കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു സാധ്യതയാണ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരികയും അപ്പോൾ ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് അവരോട് മറ്റുള്ള ആൾക്കാരോട് വാക്കുകൾ കൊണ്ട് അവരെ ചൊടിപ്പിക്കുകയും അതുമൂലം നമുക്ക് പലതരത്തിലുള്ള നിയമപ്രശ്നങ്ങളിൽ ചെന്നപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള ഒരു കാലം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് തനിക്കത് താൻ പറയുന്ന കാര്യങ്ങൾ വളരെയധികം ഭംഗിയാണെന്നും അതുകൊണ്ട് തനിക്കൊരു ദോഷം വരില്ല എന്നും നമ്മൾ സ്വയം ഒന്ന് ഉറപ്പിക്കുന്നത് നല്ലതാണ്. ചോതി വിശാഖ നക്ഷത്രത്തിലുള്ള ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അവർക്കാണ് ഈ നിയമപ്രശ്നങ്ങൾ നമ്മൾ പറയുന്നത്. പക്ഷേ യഥാശക്തി മനസ്സിന് ശക്തി നേടി അല്ലെങ്കിൽ സമാധാനത്തോടെ ദേഷ്യപ്പെടാതെ അല്ലെങ്കിൽ ധൃതി പിടിക്കാതെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെയധികം ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽപാദവും ധനുരവും തൃക്കേട്ടയും ചേർന്നാണ് വൃശ്ചികക്കൂറ്. വൃശ്ചിക രാശിക്കാർക്ക് ഈ ആഴ്ച ഗുണകാലമായിട്ടാണ് നമ്മൾ പറയുന്നത്. പലതരത്തിലുള്ള നേട്ടങ്ങൾ വരികയും അവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും വളരെയധികം സാമ്പത്തികമായിട്ടൊരു അഭിവൃദ്ധിക്കുള്ളൊരു സാധ്യതയായിട്ടാണ് വൃശ്ചിക രാശിക്കാർക്ക് നമ്മൾ ഈ ആഴ്ച പറയുന്നത്. പലതരത്തിലുള്ള പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ഇപ്പോൾ ഗൃഹനിർമ്മാണം ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഗൃഹനിർമ്മാണം നടത്താനുള്ള സാഹചര്യം ഒരുത്തിരികയും അതിനുള്ള തുടക്കങ്ങൾ കുറിക്കാൻ സാധിക്കുകയും നമ്മൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അവർക്ക് സമ്പത്ത് വന്നു ചേരാനുള്ള ഒരു സാഹചര്യമുണ്ട്. പലതരത്തിലുള്ള പുതിയ അവസരങ്ങൾ അവരെ തേടി വരികയും അത് വളരെയധികം ഫലപ്രദമായി അവർക്ക് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു ആഴ്ച കൂടിയാണ് വൃശ്ചിക രാശിക്കാർക്ക് ഈ ആഴ്ച. പ്രത്യേകിച്ചും തൃക്കേട്ട നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർക്ക് വളരെയധികം ജോലിപരമായിട്ടാണെങ്കിലും കുടുംബപരമായിട്ടാണെങ്കിലും ബിസിനസ് പരമായിട്ടാണെങ്കിലും വളരെയധികം നേട്ടങ്ങൾ വരുന്ന ഒരു കാലം കൂടിയാണ്. പക്ഷേ എന്നിരുന്നാലും അവർക്ക് ഈ ധൃതി കൂടിയതുകൊണ്ട് ഉണ്ടാകാവുന്ന കുറച്ച് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത അവിടെയുണ്ട്. പ്രത്യേകിച്ച് തൃക്കേട്ട നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർ കുറച്ച് എടുത്തു ചാടി കാര്യങ്ങൾ എടുക്കുകയും അതുകൊണ്ട് കുറേ മണ്ടത്തരങ്ങൾ പറ്റുകയും അതുമൂലം സാമ്പത്തിക ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും പറയുന്നത്. ആരോഗ്യങ്ങൾ തൃപ്തികരമാണ്. വളരെയധികം ശ്രദ്ധയോടെ തങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ചികിത്സയ്ക്ക് എടുക്കുന്നവരും അല്ലെങ്കിൽ പുതിയ മരുന്നുകൾ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. അവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ അശ്രദ്ധ മൂലം ചില പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ പാദവും ചേർന്നാണ് ധനുരാശി. ധനുരാശിക്കാർക്കും ഈ ആഴ്ച നല്ല കാലമായിട്ടാണ് പറയുന്നത്. അവർക്ക് പലതരത്തിലുള്ള നേട്ടങ്ങൾ വരികയും പല അവസരങ്ങൾ വരികയും അതുമൂലം അവർക്ക് സാമ്പത്തികപരമായിട്ടും മാനസികമായിട്ടും പലതരത്തിലുള്ള സന്തോഷങ്ങൾ വരികയും അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ആഴ്ച മനസ്സമാധാനമായി കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. തുടക്കത്തിൽ തന്നെ അതിനുള്ള നേട്ടങ്ങൾ വരികയും സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്നായാലും മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നായാലും കുടുംബത്തിനകത്തുള്ള ആൾക്കാരുടെ ഭാഗത്തുനിന്നായാലും പരസ്പരം ഒരു നല്ല രീതിയിലുള്ളൊരു സഹകരണം ഉണ്ടാവുകയും പങ്കെടുക്കുന്ന പല കാര്യങ്ങൾ നടക്കുകയും മംഗളകാര്യങ്ങൾ കുടുംബത്തിനകത്ത് നടക്കാനുള്ള ഒരു കാഴ്ച കൂടിയാണ് ധനുരാശിക്കാർക്ക് ഈ ആഴ്ച. പ്രത്യേകിച്ച് പൂരാട നക്ഷത്രക്കാർക്കും ഉത്രാടം നക്ഷത്രക്കാർക്കും പലതരത്തിലുള്ള നല്ല ഒരു അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഈ മനസ്സിന് സന്തോഷം കൂടുമ്പോൾ മണ്ടത്തരം കാണിക്കാതിരിക്കാനായി യഥാശക്തി ഈശ്വരഭജനങ്ങൾ നടത്തുകയും അല്ലെങ്കിൽ അവർക്ക് വേണ്ട ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു ക്ഷേത്രത്തിൽ പോയി യഥാശക്തി ഭജനം നടത്തുകയും ചെയ്യേണ്ടതാണ്. മകരക്കൂറ് ഉത്രാടത്തിൻ്റെ അവസാന പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പാദവും ചേർന്നതാണ് മകരക്കൂറ്. മകരരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പറയുന്നത്.
ദോഷങ്ങൾ ഇല്ല എന്ന് നമ്മൾ പറയില്ല. പക്ഷേ എന്നിരുന്നാലും പലതരത്തിലുള്ള ക്ലേശങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യത പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ജോലി തേടുന്ന ആൾക്കാർക്കാണ് ബുദ്ധിമുട്ട് പറയുന്നത്. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ട് ചെറുതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അത് വലിയ പ്രശ്നങ്ങളല്ല, പലതരത്തിലുള്ള ചെറിയ ചെറിയ തടസ്സങ്ങളായിട്ടാണ് വരിക. അപ്പം മനസ്സ് വിഷമിപ്പിക്കാതെ നമുക്കതിനെ നല്ല രീതിയിൽ മനസ്സ് ശക്തിയോടെ നേരിടാൻ സാധിക്കുമെങ്കിൽ അതിൽ നിന്ന് തരണം ചെയ്യാനും അതിൽ നിന്ന് നമുക്ക് ഗുണമുണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് തിരുവോണ നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർക്ക് പലതരത്തിലുള്ള നല്ല നല്ല അവസരങ്ങൾ അവരെ തേടിയെത്തുന്നതാണ്. പക്ഷേ അവരുടെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് കൊണ്ടോ അത് നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടെ വരുന്നതാണ്. അപ്പോൾ അതിന് മനസ്സിന് ശക്തി കിട്ടുകയും മനസമാധാനത്തോടെ കാര്യങ്ങളെ പേടിക്കാതെ നമ്മൾ നേരിടുകയാണെങ്കിൽ നമുക്ക് എല്ലാം വളരെയധികം നല്ല രീതിയിൽ ഉണ്ടാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം മകരരാശിക്കാർ ശ്രദ്ധയോടെ വേണം ഈ ആഴ്ചയിലെ കാര്യങ്ങളെ നേരിടാനായിട്ട്. അത് എല്ലാ മേഖലയിൽ ഉള്ള ആൾക്കാർക്കും ഇത് ബാധകമാണ്. അവർ തൻ്റെ മനസ്സിന് ശക്തി കിട്ടാനായി അയ്യപ്പനെ നന്നായിട്ട് ഭജിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക, യഥാശക്തി വഴിപാടുകൾ നടത്തുക. കുംഭക്കൂറ് അവിട്ടം ചതയം പൂരിട്ടാതിയുടെ മുക്കാൽ പാദം ചേർന്നതാണ് കുംഭക്കൂറ്. കുംഭരാശിക്കാർക്ക് ഈ ആഴ്ചയും ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പറയുന്നത്. പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലും വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. എങ്ങനെയാണോ കുറച്ച് കാലങ്ങളായി പോകുന്നത് അതേപോലെ തന്നെയായിരിക്കും ഈ ആഴ്ചയും അവർക്ക് നേരിടേണ്ടി വരിക. പക്ഷേ എന്നിരുന്നാലും കുടുംബത്തിനകത്ത് കുറച്ച് സമാധാനവും അല്ലെങ്കിൽ കുറച്ച് നേട്ടങ്ങളും ഉണ്ടാകാനൊരു സാധ്യത കൂടെ അവിടെ നമ്മൾ പറയുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള ഒരു ഐശ്വര്യങ്ങളും സമാധാനങ്ങളും വരിക. പ്രത്യേകിച്ച് വിവാഹം നോക്കുന്ന ആൾക്കാർക്കാണ് കൂടുതലും നേട്ടം പറയേണ്ടത്. ചതയ നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് വിവാഹം നടക്കാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത് ഉറപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ തേടി വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. മംഗളകാര്യങ്ങൾക്കുള്ള ഒരു വഴി തെളിഞ്ഞു കിട്ടുക എന്നാണ് നമ്മൾ പറയേണ്ടത്. പൂരിട്ടാതി നക്ഷത്രക്കാർക്കും അവിട്ടക്കാർക്കും കുറച്ച് മാനസിക ബുദ്ധിമുട്ടായിട്ടാണ് പറയുന്നത്. താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലും തനിക്ക് നല്ല രീതിയിൽ അത് നടക്കാതെ വരുന്നതുകൊണ്ടുണ്ടാകാവുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാവുകയും ആ മാനസിക ബുദ്ധിമുട്ട് കൊണ്ട് അവർക്ക് പലതരത്തിലുള്ള ക്ലേശങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇവരും തൻ്റെ മനസ്സിന് ശക്തി കൂട്ടാനായിട്ടും മനസമാധാനം കിട്ടാനായിട്ടും മറ്റുമായിട്ട് നമ്മൾ അയ്യപ്പനെ നന്നായി ഭജിക്കുകയും അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുകയും ശാസ്ത്രപ്രീതി വരുത്തുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ യഥാശക്തി വഴിപാടുകൾ നടത്തി മനസ്സിന് ശാന്തിയും സമാധാനവും ഉണ്ടാക്കാൻ. മീനക്കൂറ് പൂരിട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാതി രേവതി നക്ഷത്രവും ചേർന്നതാണ് മീനക്കൂറ്. മീനരാശിക്കാർക്ക് ഈ ആഴ്ച കുറച്ച് സന്തോഷകരമായ കാലമായിട്ടാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അവർ കാലങ്ങളായി അവർ തേടിക്കൊണ്ടിരുന്ന പല കാര്യങ്ങൾ നടക്കുകയും അതിലൂടെ അവർക്കൊരു നല്ല ലാഭങ്ങൾ ഉണ്ടാവുകയും ബിസിനസ്സുകാർക്കാണെങ്കിൽ വലിയ നേട്ടങ്ങൾ കിട്ടുകയും വാഹനം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് വാഹന കച്ചവടം നടത്തുന്ന ആൾക്കാർക്ക് പലതരത്തിലുള്ള നേട്ടങ്ങൾ വരികയും ഒത്തിരി ബിസിനസ് നടക്കുകയും ചെയ്യുന്ന ഒരു കാലമായിട്ടാണ്. അതിനുള്ള അവസരങ്ങൾ തുറന്നു വരികയും പുതിയ രീതിയിലുള്ള എക്സ്പാൻഷൻസ് അല്ലെങ്കിൽ ബിസിനസ് കൂടുതൽ വിപുലീകരിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരാഴ്ചയായിട്ടാണ് പറയേണ്ടത്. രേവതി നക്ഷത്രത്തിലുള്ള കുട്ടികൾക്ക് നല്ലൊരു ആഴ്ചയാണ്. അവർക്ക് വിദ്യാഭ്യാസപരമായും എക്സാം പരമായിട്ടും നല്ലൊരു ഗുണം കിട്ടും. അതേപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്കും വളരെയധികം ഗുണമുണ്ടാകുന്ന ഒരു ആഴ്ചയായിട്ടാണ് നമ്മൾ പറയുന്നത് മീനരാശിക്കാർക്ക് പറയേണ്ടത്. മീനരാശിക്കാർക്ക് യഥാശക്തി മനസ്സിന് ചഞ്ചലത ഉണ്ടാകാനുള്ളൊരു സാധ്യത അവിടെ നല്ലപോലെ ഉണ്ട്. അതുകൊണ്ട് മണ്ടത്തരങ്ങൾ പറ്റാതിരിക്കാനായിട്ട് മനഃശക്തിയും സമാധാനത്തോടെയും കാര്യങ്ങൾ ചെയ്യുക. അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഈശ്വരഭജനം നടത്തുക. യഥാശക്തി ഈശ്വരനെ ഭജിച്ച് തൻ്റെ മനസ്സിന് ശക്തി വരുത്തേണ്ടതാണ്. ഇതോടുകൂടി ഈ ആഴ്ചയിലെ നല്ല സമയം ഇവിടെ സമാപിക്കുന്നതാണ്. വീണ്ടും അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.